എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 20 മുതൽ ജൂലൈ 26 വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക. ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു. എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ പ്രതികൂലമായാണ് കാണുന്നത്. കാര്യപരാജയം, ഇച്ഛാഭംഗം, മനപ്രയാസം, കലഹം, നിയമപരാജയം ഇവ കാണുന്നു. വാക്കുകൾ സൂക്ഷിക്കുക, പണമിടപാടുകൾ സൂക്ഷിക്കുക. പ്രതികൂലമായ സന്ദേശങ്ങൾ ലഭിച്ചേക്കാം. മേലധികാരിയുമായി തർക്കത്തിൽ ഏർപ്പെട്ടേക്കാം. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയത്തിനും പരീക്ഷാ വിജയത്തിനും ആരോഗ്യത്തിനും സ്ഥാനലാഭത്തിനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള അവസരങ്ങൾക്കും യോഗങ്ങൾ കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, യാത്രാ തടസ്സം എന്നിവയ്ക്കും ഉദരവൈഷമ്യം, അഭിപ്രായ വ്യത്യാസം, യാത്രാ പരാജയം എന്നിവയ്ക്കും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, ഉപയോഗ സാധന ലാഭം ഇവ കാണുന്നു. സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, പരീക്ഷാ പരാജയം, ധനനഷ്ടം, ഇച്ഛാഭംഗം, കലഹം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനും സഹപ്രവർത്തകർ ദ്വേഷിക്കാനും മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, അംഗീകാരം, സ്ഥാനലാഭം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം, ശരീരസുഖക്കുറവ്, മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, ധനതടസ്സം, ദ്രവ്യനാശം, സാധനനഷ്ടം, ഇച്ഛാഭംഗം, യാത്രാ തടസ്സം, അലച്ചിൽ, ശരീരസുഖക്കുറവ് ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, പരീക്ഷാ വിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം, യാത്രാ വിജയം എന്നിവയ്ക്കെല്ലാമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. മേലധികാരിയിൽ നിന്ന് അനുകൂല പ്രതികരണങ്ങളും ലഭിക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സാധനനഷ്ടം, ദ്രവ്യനാശം, ധനതടസ്സം, ഇച്ഛാഭംഗം, യാത്രാ തടസ്സം, അലച്ചിൽ, ശരീരസുഖക്കുറവ് എന്നിവയ്ക്കും
വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകൾ കാണുന്നു. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, പരീക്ഷാ വിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം, യാത്രാ വിജയം ഇവ കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ വിജയിക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട്. സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും മേലധികാരിയിൽ നിന്ന് അനുകൂല പ്രതികരണങ്ങൾ ലഭിക്കാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, ഇച്ഛാഭംഗം, ധനനഷ്ടം, ബിസിനസ്സിൽ നഷ്ടം, മനപ്രയാസം, അഭിമാനക്ഷതം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിച്ചേക്കാം. സഹപ്രവർത്തകർ ദ്വേഷിച്ചേക്കാം. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗം, തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള യോഗങ്ങൾ ഇവയെല്ലാം കാണുന്നു. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണിവരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ധനയോഗം, സന്തോഷം, ബന്ധുസമാഗമം ഇവയ്ക്കുള്ള യോഗങ്ങളും, യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും, വായ്പാശ്രമങ്ങൾ വിജയിക്കാനും, ആഗ്രഹങ്ങൾ നടക്കാനും, ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, പരീക്ഷാ പരാജയം, മനപ്രയാസം, ശരീരസുഖക്കുറവ്, യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകളും, കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനും, പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാനും, വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം ഇവയും, യാത്രകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, വഴക്ക്, ഇച്ഛാഭംഗം, നഷ്ടം, കലഹം, മേലധികാരികൾ ദ്വേഷിക്കാനുള്ള സാധ്യതകൾ, സഹപ്രവർത്തകർ മൂലം നഷ്ടം വന്നു ചേരാനുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നു. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് വ്യാഴാഴ്ച പകൽ 11 മണിവരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, തൊഴിൽ ലാഭം, അനുകൂല സ്ഥലം മാറ്റ യോഗം, സ്ഥാനക്കയറ്റം, സൽക്കാരയോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സമ്മാന ലാഭം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും, വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും, ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള യോഗങ്ങളുമെല്ലാം കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, അലച്ചിൽ, ധനതടസ്സം, പാഴ്ചെലവ്, ബിസിനസ്സിൽ നഷ്ടം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, യാത്രകൾ വിജയിക്കാനുള്ള സാധ്യതകൾ, തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതകൾ, വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള അവസരങ്ങൾക്കുള്ള യോഗങ്ങൾ ഇവയെല്ലാം കാണുന്നുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണിവരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, പ്രവർത്തനമാന്ദ്യം, ശരീരസുഖക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയെല്ലാം കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, അംഗീകാരം, ബന്ധുസമാഗമം, പരീക്ഷാ വിജയം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും, യാത്രകൾ വിജയിക്കാനും, തടസ്സങ്ങൾ മാറിക്കിട്ടാനും, വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു.
കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം, ധനനഷ്ടം, ബിസിനസ്സിൽ നഷ്ടം ഇവയെല്ലാം കാണുന്നു. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ കാര്യതടസ്സം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, മനപ്രയാസം, ശത്രുശല്യം, ധനതടസ്സം, ബിസിനസ്സിൽ നഷ്ടം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നു. ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുക. വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, മനപ്രയാസം, ഇച്ഛാഭംഗം, ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ബന്ധുസമാഗമം, അംഗീകാരം, ആരോഗ്യം ഇവയെല്ലാം കാണുന്നു. ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, സുഹൃത് സമാഗമം, സൽക്കാരയോഗം, നിയമവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ഉപയോഗ സാധന ലാഭം ഇവ കാണുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ കാണുന്നുണ്ട്. സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, ശരീരക്ഷതം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, തൊഴിൽ ലാഭം, സ്ഥാനക്കയറ്റം, ആരോഗ്യം ഇവയ്ക്കെല്ലാമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. യാത്രകൾ വിജയിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് വ്യാഴാഴ്ച പകൽ 11 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, മത്സര വിജയം, ആരോഗ്യം, സുഹൃത് സമാഗമം, പരീക്ഷാ വിജയം ഇവയെല്ലാം കാണുന്നുണ്ട്. തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, ശരീരക്ഷതം, ശത്രുശല്യം ഇവയെല്ലാം കാണുന്നു. ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം ഇവയെല്ലാം കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ശരീരസുഖക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, അംഗീകാരം, സുഹൃത് സമാഗമം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും ബിസിനസ്സിൽ സാധ്യതകൾ വർദ്ധിക്കാനുമുള്ള യോഗങ്ങളും ധാരാളമായി കാണുന്നുണ്ട്. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, ശരീരക്ഷതം, നിയമപരാജയം ഇവയെല്ലാം കാണുന്നു.
അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് വ്യാഴാഴ്ച പകൽ 11 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അഭിപ്രായ വ്യത്യാസം, മനപ്രയാസം, ധനതടസ്സം, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം എന്നിവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം. പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള ചില സാധ്യതകളും കാണുന്നുണ്ട്. വ്യാഴാഴ്ച പകൽ 11 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, ദ്രവ്യലാഭം, കാർഷിക വിജയം, ബിസിനസ്സിൽ വർധനവ് ഇവയെല്ലാം കാണുന്നുണ്ട്. ചർച്ചകൾ വിജയിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനുമുള്ള യോഗങ്ങളും ധാരാളമായി കാണുന്നു. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, സ്ഥാനലാഭം, അംഗീകാരം, ആരോഗ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം ഇവയെല്ലാം കാണുന്നുണ്ട്. തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത്. കാര്യപരാജയം, സ്വസ്ഥതക്കുറവ്, മനപ്രയാസം, ധനതടസ്സം, ശരീരക്ഷതം ഇവയെല്ലാം കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നു. ശനിയാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, മത്സരവിജയം, നിയമവിജയം, ദ്രവ്യലാഭം ഇവ കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്.